ഓക്കെ. അപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലല്ലേ? അപ്പോൾ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വേരിയേഷൻ. എന്താണ്? 0.05 ക്യാരറ്റ് 925 സിൽവർ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇതൊരു വേരിയേഷൻ. പോയിന്റ് ക്രോസ് പെൻഡന്റ് വേറൊരു വേരിയേഷൻ ഇത്. റോസ് ഗോൾഡ് വേണമെങ്കിൽ ഇതൊരു വേരിയേഷൻ. വൈറ്റ് ഗോൾഡ് വേണമെങ്കിൽ ഇതൊരു വേരിയേഷൻ. യെല്ലോ ഗോൾഡ് വേണമെങ്കിൽ ഇതൊരു വേരിയേഷൻ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ പ്രൈസ് മാറും, ഇതിന്റെ ഡീറ്റെയിൽസ് മാറും, താഴത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മാറും. അപ്പൊ വേരിയേഷൻസ് ഉള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൽ തന്നെ പലതരം. ഇപ്പൊ ഇതിന്റെ ഇതാണ് നോക്കുന്നതെങ്കിൽ ഇത് സിൽവർ തൊട്ട് ഗോൾഡ്, പ്രോപ്പർ യെല്ലോ ഗോൾഡ് വരെയുള്ള വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ ആ ഗോൾഡിന്റെ 10K ഗോൾഡിന്റെ കളേഴ്സിന്റെ വേരിയേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേപോലെ സൈസിന്റെ വേരിയേഷൻ ആവാം. ചിലപ്പോൾ ഇപ്പൊ ടീഷർട്ടാണ് വെക്കുന്നതെങ്കിൽ ടീഷർട്ടിലെ സൈസിന്റെ വേരിയേഷൻ ആവാം, കളറിന്റെ വേരിയേഷൻ ആവാം. അങ്ങനെയുള്ള വേരിയേഷൻസ് സെല്ല് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആ ഇതിനകത്തുണ്ടായിരുന്ന ഓപ്ഷൻ. അപ്പൊ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ വേരിയേഷൻ കൊടുക്കാം. അപ്പൊ അതിന്റെ വേരിയേഷൻ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് താഴത്ത് വേരിയേഷന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് വരും അതിനകത്ത്. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ലിസ്റ്റ് ചെയ്യുന്നത് ഡിയോഡറന്റ് ആണ്. അതിനകത്ത് വേരിയേഷൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ഈ നെക്സ്റ്റ് കൊടുത്ത് ഡിസ്ക്രിപ്ഷനും ബുള്ളറ്റ് പോയിന്റ്സിലും എത്തുന്നതിന് മുമ്പേ ആണ് നമ്മൾ നിർത്തിയത്. ഇതിന് നിർത്താൻ എനിക്കൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ പറഞ്ഞു, ചിലവരെങ്കിലും പറഞ്ഞു നിങ്ങൾ SEO ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ? നിങ്ങൾ എല്ലാവരും SEO പഠിച്ചതല്ലേ? ഒന്ന് കൺഫേം ചെയ്തേ. എല്ലാരും ഉണ്ടോ അറിയില്ല. നിങ്ങളെല്ലാവരും ഒരേ ക്ലാസ്സിലല്ലേ? അതോ വേറെ വേറെ ക്ലാസ്സിൽ നിന്നാണോ വന്നത്? പകുതിന്ന് ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ട്. ഓ അത് ശരി, അങ്ങനെ ഉണ്ടല്ലേ. അത് ശരി. എനിവേ, അപ്പൊ SEOയില് നമ്മൾ എന്താ പഠിച്ചത്? സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ആണ്. ഒരു വെബ്സൈറ്റ് ആരെങ്കിലും നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയോ സർവീസിനെ പറ്റിയോ സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഞാനിപ്പോ ഒരു ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ, അതിനകത്ത് നമ്മൾ എടുത്ത അതേ എക്സാമ്പിൾ നോക്കാം. ട്രാവൽ ടു ശ്രീലങ്ക എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ടൂറിസം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ ശ്രീലങ്കൻ ടൂറിസം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ് ഏറ്റവും മേളിൽ വന്നത്. അത് എന്തുകൊണ്ട് വന്നു? ഇവര് എന്തൊക്കെയോ ശ്രീലങ്കൻ ടൂറിസം വെബ്സൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഏറ്റവും മേളിൽ വരാനുള്ള രീതിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓൺ പേജ് ഓപ്റ്റിമൈസേഷൻ, ഓഫ് പേജ് ഓപ്റ്റിമൈസേഷൻ, ടെക്നിക്കൽ ഓപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 3 രീതിയിലുള്ള ഓപ്റ്റിമൈസേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ ഫയലും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓൺ പേജ് ഓപ്റ്റിമൈസേഷൻ, ഓഫ് പേജ് ഓപ്റ്റിമൈസേഷൻ, ടെക്നിക്കൽ ഓപ്റ്റിമൈസേഷൻ. ഓൺ പേജിൽ കണ്ടന്റ്, ടാഗുകൾ, ടൈറ്റിൽ ടാഗ്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, H1 ഇതൊക്കെ ലിങ്ക് ബിൽഡിംഗ് ആണ് ഓഫ് പേജിൽ. ബാക്കി കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, SSL സർട്ടിഫിക്കേഷൻ, സ്പീഡ്, വെബ്സൈറ്റിന്റെ സ്പീഡ്, XML സൈറ്റ് മാപ്പ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ടെക്നിക്കലിൽ വന്നു. അപ്പൊ ഈ ഓൺ പേജ് ഓഫ് പേജ് ചെയ്തിട്ടാണ് നമ്മൾ ആ വെബ്സൈറ്റ് ഏറ്റവും മേളിലോട്ട് കൊണ്ടുവന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുന്നു മാത്രം, എൻ്റെ വെബ്സൈറ്റ് ഒന്നും അല്ലാതെ. അപ്പൊ അത് ഏറ്റവും മുകളിലോട്ട് കൊണ്ടുവരാനുള്ള കാരണം അതാണ്. അപ്പോ ഇതിനകത്തും ആൾക്കാർ വന്നിട്ട് ആമസോണിനകത്തും സെർച്ചാണ് ചെയ്യുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത പോലെ തന്നെ ഇതിനകത്തും സെർച്ചാണ് ചെയ്യുന്നത്. ആൾക്കാർ വന്നിട്ട് സെർച്ച് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റിലോട്ട് ഇതിനകത്തോട്ട് എത്തുന്നത്. അപ്പൊ ആദ്യം ഇവിടെ വന്നിട്ട് ക്രോസ് നെക്ലസ് ഫോർ വിമൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യും. ക്രോസ് നെക്ലസ് ഫോർ വിമൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ സ്പോൺസേർഡ് ആണ്, ഇതൊക്കെ ആഡാണ്. ആഡ് നോക്കണ്ട. അല്ലാതെ കണ്ടല്ലോ, ഇത് ഈ വരുന്ന ലിസ്റ്റിംഗ് 1, 2, 3, 4, 5 ഈ വരുന്ന ലിസ്റ്റിംഗിൽ നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ ലിസ്റ്റിംഗ് വരുന്നുണ്ടോ ഇല്ലയോ?
ഇതിനനുസരിച്ചിരിക്കും നമുക്ക് ക്ലിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാം. ഓവറോൾ പിക്ക് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആമസോൺ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, എന്തോ ഒരു കാരണം കൊണ്ട് ഈ പറയുന്ന പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടന്റ് ആണ് അതിൽ ഏറ്റവും വലിയ ഒരെണ്ണം. ഇത് വലിയൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടന്റ് ആണ്. അപ്പൊ കണ്ടന്റ് ഇപ്പൊ ഇതിലും അതെ, ഈ വെബ്സൈറ്റിലും അതെ. വെബ്സൈറ്റ് മുകളിലോട്ട് വരാൻ കാരണം അതിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടന്റിൽ ആവശ്യമുള്ള കീവേഡ്സ് ഇൻസേർട്ട് ചെയ്തത് കൊണ്ടാണ് ആ ഒരു കാരണം. എല്ലാ കാരണവും ഞാൻ അത് മാത്രം പറയില്ല, കാരണം ബാക്ക് ലിങ്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇവിടെ ബാക്ക് ലിങ്ക് ഒന്നും ഇല്ല. ഇവിടെ വലിയ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കീവേഡ്സ് നമ്മൾ കണ്ടന്റിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ആദ്യം. അപ്പൊ നമ്മൾ ഈ സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനും ബുള്ളറ്റ് പോയിന്റും ആഡ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കീവേഡ് റിസർച്ച് എന്ന് പറഞ്ഞൊരു പോർഷൻ എടുത്തിരുന്നോ SEOയില്? എടുത്തിരുന്നോ ഇല്ലയോ അത് മറന്നു കളയും. ഇനിയിപ്പോ ഞാൻ അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല, എടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ പറഞ്ഞുതരാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് കീവേഡ്സ് ആണ് കസ്റ്റമർ നമ്മളെ പറ്റിയുള്ള പ്രോഡക്റ്റിന് സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇതാണ് കസ്റ്റമേഴ്സ് സെർച്ച് ചെയ്തിട്ടുള്ള കീവേഡ്സ് എന്നുള്ളത്? അതിൽ ഏറ്റവും ആദ്യവും ഏറ്റവും പഴയ രീതിയിൽ ഉള്ള കീവേഡ് റിസർച്ച് ചെയ്യുന്നത് ഗൂഗിളിന്റെ കീവേഡ് പ്ലാനർ വെച്ചിട്ടാണ്. ഗൂഗിൾ ആഡ്സിനകത്ത് ഗൂഗിളിന്റെ കീവേഡ് പ്ലാനർ ഉണ്ട്. ഇതിപ്പോ ഗൂഗിൾ ആഡ് അക്കൗണ്ട് ആണ്. ഈ ഗൂഗിളിന്റെ ആഡിന്റെ അക്കൗണ്ടിനകത്ത് ഗൂഗിൾ കീവേഡ് പ്ലാനർ ഉണ്ട്. നിങ്ങൾക്കെല്ലാം ഗൂഗിളിന്റെ കീവേഡ് ആഡ് അക്കൗണ്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ ഇന്നലെ പറഞ്ഞതാണ് SEO പഠിച്ചു, ഗൂഗിൾ ആഡ്സ് പഠിച്ചു എന്ന്. ഇപ്പൊ പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു നിങ്ങളുടെ കയ്യിൽ ഈ കീവേഡ് പ്ലാനർ ഉണ്ടെന്നുള്ളത്. അപ്പൊ കീവേഡ് പ്ലാനറിൽ വന്നിട്ട് ടൈപ്പ് ചെയ്യാണ്. എന്താണ് ടൈപ്പ് ചെയ്തത്? ക്രോസ് നെക്ലസ് ഫോർ വിമൻ. ഇത് നമ്മൾ ഗൂഗിളിലുള്ള സെർച്ച് ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും ഗൂഗിളിൽ സെർച്ച് എങ്ങനെയാണ് ഇതിനകത്ത് എഫക്റ്റീവ് ആവുന്നതെന്ന്. സെർച്ച് എല്ലായിടത്തും സെർച്ച് തന്നെയാണ്. ഒരാള് സെർച്ച് രീതി ആമസോണിൽ വന്നതുകൊണ്ട് അയാൾ വലിയൊരു വ്യത്യാസം ഒന്നും വരാൻ പോകുന്നില്ല. വ്യത്യാസം വരും, അതും ഞാൻ കാണിച്ചു തരാം. ആ വ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ടൂളും ഞാൻ കാണിച്ചു തരാം. അപ്പൊ ക്രോസ് നെക്ലസ് ഫോർ വിമൻ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഗെറ്റ് റിസൾട്ട്സ് കൊടുത്തു. അപ്പോൾ അതിനകത്ത് ഗൂഗിളിനകത്ത് വന്ന സെർച്ചിന്റെ വോളിയൂംസ് അനുസരിച്ച് അതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് കാണിച്ചു തന്നു. ഇപ്പൊ ആവറേജ് മന്ത്ലി സെർച്ച് വോളിയം വെച്ചിട്ട് നമ്മൾ എന്താണ് ഡാറ്റ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1000 തൊട്ട് 10000 വരെ സെർച്ച് വോളിയം ഉള്ള കീവേഡ്സും അതിനകത്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 തൊട്ട് 1000 കീവേഡ്സ് വരെ 1000 വോളിയം വരെ സെർച്ച് ചെയ്യുന്ന കീവേഡ്സും കിട്ടും. ഇതെല്ലാം നമുക്ക് ഉപയോഗമുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഉപയോഗമുള്ളതല്ല. 426 വേർഡ്സ് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ 426 വേർഡ്സ് നമുക്ക് ഉപയോഗമുള്ളതായിരിക്കില്ല. പക്ഷെ ടോപ്പിൽ കാണുന്ന കുറച്ച് കീവേഡ്സ് എങ്കിലും നമുക്ക് ഉപയോഗമുള്ളതായിരിക്കും. ഇത് തന്നെ ആയിരിക്കണം ആമസോണിനകത്തും ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്. ഫീമെയിൽ ക്രോസ് നെക്ലസ്, ക്രോസ് പെൻഡന്റ് ഫോർ വിമൻ, ക്രോസ് ചെയിൻ ഫോർ വിമൻ, ഇങ്ങനെയുള്ള കീവേഡ്സ് തന്നെ ആയിരിക്കും ഇവിടെയും വന്ന് സെർച്ച് ചെയ്യുന്നത്. അപ്പൊ ഈ കീവേഡ്സ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഇത് ഒരു ഓപ്ഷൻ, ഒരു കീവേഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീവേഡ് പ്ലാൻ SEOന്റെ വേറെ കുറെ ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കാം, മോസ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. മോസിന് കീവേഡ് എക്സ്പ്ലോറർ ഉണ്ട്. ഇതറിയില്ല. അറിയില്ല? അപ്പൊ പഠിച്ചോളൂ, പുതിയൊരു കാര്യം പഠിച്ചോളൂ. കീവേഡ് പ്ലാനർ അറിയാമായിരുന്നോ? അറിയാം. മോസിന്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. മോസിന്റെ എക്സ്റ്റൻഷൻ അല്ല, സോറി, മോസിന്റെ കീവേഡ് എക്സ്പ്ലോറർ ഉണ്ട്. ആ എക്സ്പ്ലോറർ വെച്ചിട്ടും നമുക്ക് കീവേഡ് പ്ലാനറിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കീവേഡ് റിസർച്ച് ചെയ്യാം. ഫ്രീ SEO ടൂൾസിൽ പോവുക, കീവേഡ് എക്സ്പ്ലോററിൽ പോവുക, നമ്മൾ കീവേഡ് എൻ്റർ ചെയ്യുക. കീവേഡ് എന്താ എൻ്റർ ചെയ്തത്? ക്രോസ് നെക്ലസ്
ഫോർ വിമൻ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണോ വേണ്ടത്, ഇന്ത്യയിലാണോ വേണ്ടത്? ഇന്ത്യ മതി. ഫൈൻ കീവേഡ്സ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് അത് കാണിച്ചു തരും. അപ്പൊ ഇങ്ങനെ 1, 2 ടൂളായി. ഞാൻ 9 ടൂള് കാണിച്ചു തരും. ഒരു ടൂള്, 2 ടൂള്, മൂന്നാമത്തെ ടൂള് സെംറഷ്. ഇത് കേട്ടോ? സെംറഷ് കീവേഡ് പ്ലാനർ കേട്ടിരുന്നോ? ഇല്ല സാർ. ആകെ സാർ ആദ്യം പറഞ്ഞ നമ്മളെ ഗൂഗിൾ ആഡ്സിലെ കീവേഡ് പ്ലാനർ. ഇതെല്ലാം നോട്ട് ചെയ്തോളൂ. മൂന്നാമത്തെ ടൂള് ക്രോസ് നെക്ലസ് ഫോർ വിമൻ. അയ്യോ, അത് US-ലാണ് ഞാൻ സെർച്ച് ചെയ്ത് പോയത്. അത് കുഴപ്പമില്ല, അത് മാറ്റിയിട്ട് ഇന്ത്യ ആക്കാം. അപ്പൊ അവിടുന്ന് നമുക്ക് കുറെ കീവേഡിന്റെ സജഷൻ കിട്ടി. പക്ഷെ എനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് കീവേഡ് റിസർച്ച് തന്നെയാണ്. ഗൂഗിൾ കീവേഡ് പ്ലാനർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പെയ്ഡ് ടൂൾസ് ആണ്. അപ്പൊ നമുക്ക് ഒരു വോളിയം, കുറച്ച് കാര്യങ്ങൾ തരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ചേ കാര്യങ്ങൾ അവർ പെയ്ഡ് അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ടില്ല എങ്കിൽ ഈ ടൂൾസ് എല്ലാം ഹൈഡ് ചെയ്ത് വെക്കും കുറെ കാര്യങ്ങൾ. ഇപ്പോൾ സെർച്ച് വോളിയം ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ചു അവർ. കണ്ടോ, കുറേ കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് പറയും ലോഗിൻ ചെയ്യൂ, പൈസ തരൂ, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. സെംറഷിൽ എനിക്ക് അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ കാണുന്നത്. അക്കൗണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കാണില്ലായിരുന്നു. പിന്നെ ഏറ്റവും അത് കഴിഞ്ഞിട്ട് ഒന്ന് AHREFS, അതിൻ്റെയും കീവേഡ് പ്ലാനർ ഉണ്ട്. അപ്പൊ ഒന്ന് ഗൂഗിളിന്റെ കീവേഡ് പ്ലാനർ, രണ്ടാമത്തത് മോസിന്റെ പ്ലാനർ, മൂന്നാമത്തത് സെംറഷിന്റെ പ്ലാനർ, നാലാമത്തത് AHREFSന്റെ കീവേഡ് ജനറേറ്റർ ടൂള്. ഇവിടെയും ഇതൊക്കെ ഏകദേശം ഒരേ രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് തരുന്നത്. പക്ഷെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എല്ലാത്തിലും പോയി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. AHREFSന്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു വലിയൊരു വ്യത്യാസം വന്നു ഇവിടെ. എന്താണ്? ആമസോണിനകത്തുള്ള കീവേഡ് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വന്നു. അപ്പൊ ആമസോണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കീവേഡ് എൻ്റർ ചെയ്യുക. കീവേഡ് ജനറേറ്റർ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്, കാരണം ദിസ് ടൂൾ ഇസ് അണ്ടർ മെയിൻ്റനൻസ്. എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ ആമസോണിനകത്ത് വേണ്ട കീവേഡ്സ് കണ്ടുപിടിക്കണമെങ്കിൽ AHREFSന്റെ ആമസോൺ കീവേഡ് ടൂൾസ് എടുക്കുക. ഇനി ഒരു ടൂളും കൂടെ ഞാൻ ആമസോണിന് വേണ്ടി മാത്രമുള്ള വേറൊരു ടൂള്, ആമസോണിന് വേണ്ടി മാത്രമല്ല, ആമസോണിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു ടൂളും കൂടെ കാണിച്ചു തരാം. അപ്പൊ 1, 2, 3, 4 ടൂളായി. അഞ്ചാമത്തെ ടൂള് keywordtool.io. ഇതിനകത്തും കണ്ടോ ആമസോണിന് സ്പെഷ്യൽ ആയിട്ടുണ്ട്. ആപ്സിനുണ്ട്, ഇബേക്ക് ഉണ്ട്, ആമസോണിനുണ്ട്, ഇബേക്ക് ഉണ്ട്. അങ്ങനെയുള്ള ഓരോരോ പിൻട്രസ്റ്റിനുണ്ട്, ടിക്ടോക്കിനുള്ള കീവേഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഓരോരോ കീവേഡ്സ്. അപ്പൊ ആമസോൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് വേറൊരു ഗുണമുണ്ട്. ഇത് വേൾഡ് വൈഡ് ടോപ്പ് ഏത് കീവേഡാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇന്ത്യ മാത്രം മതിയെങ്കിൽ ഇന്ത്യ മാത്രം കണ്ടുപിടിക്കാൻ പറ്റും. US വേണമെങ്കിൽ US കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ക്രോസ് നെക്ലസ് ഫോർ വിമൻ. ഇപ്പൊ ആമസോണിന് വേണ്ടി 2 ടൂളായി. ആമസോണിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട്. ബാക്കിയൊക്കെ എല്ലാതും സെർച്ച് ചെയ്യുന്ന ഇതാണ്. ഇത് സ്പെസിഫിക് ആയിട്ട് ആമസോണിന് മാത്രമായിട്ട് AHREFSന്റെ ടൂളും keywordtool.io രണ്ടും. കണ്ടോ, ഇതില് അവർ ചെയ്യുന്ന പ്രശ്നം കണ്ടില്ലേ? ഇവർ ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കും. സെർച്ച് വോളിയം ഹൈഡ് ചെയ്ത് വെക്കും, ട്രെൻഡ് ഹൈഡ് ചെയ്ത് വെക്കും, ആവറേജ് CPC ഹൈഡ് ചെയ്ത് വെക്കും. ആവറേജ് CPC നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, പക്ഷേ സെർച്ച് വോളിയം ഉണ്ടായിരുന്നെങ്കിൽ നന്നായാണ്. അപ്പൊ പറയും സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറയും. സബ്സ്ക്രിപ്ഷന് പൈസ ചോദിക്കും. എന്നാല് അപ്പോൾ ഏറ്റവും നല്ലതും ഫ്രീയുമായിട്ട് കിട്ടുന്നത് ഗൂഗിളിന്റെ കീവേഡ് പ്ലാനർ വെക്കുക. ഒന്ന് keywordtool.ioയിൽ ഇതിന്റെ വേർഡ്സ് ഒക്കെ എടുക്കാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വോളിയം കിട്ടാനുള്ള പാടുണ്ട്. സെർച്ച് വോളിയം ഇത്രയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.
കുറെ ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ ഒരു 20 കീവേഡിന്റെ ഡീറ്റെയിൽസ് കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ അവർ ഫ്രീ ആയിട്ട് തരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ പൈസ കൊടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1, 2, 3, 4, 5 ടൂളായി കീവേഡ് റിസർച്ച് ചെയ്യാനുള്ള 5 ടൂള് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി AI ടൂൾസിലേക്ക് പോവാം. AI ടൂൾസിലേക്കല്ല, AI എല്ലാവരും അറിയുന്ന കാര്യങ്ങൾ. 1 ChatGPT, ഇതെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. പ്രൊവൈഡ് 50 ടോപ്പ് കീവേഡ്സ് ഫോർ ദി ടോപ്പിക് ക്രോസ് നെക്ലസ് for women to be used in Amazon listing. Provide search volume also. കണ്ടല്ലോ, വോളിയം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പ് കീവേഡ്സ് അതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്തു. ഇത് ബാക്കിയുള്ളത് ചെയ്യുന്നേക്കാളും ഒക്കെ എത്രയോ എളുപ്പമാണ് ഈ പറയുന്ന വെറുതെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ കീവേഡ്സ് കിട്ടുക എന്നുള്ളത്. ഇഷ്ടംപോലെ കീവേഡ്സ് കിട്ടി. ഇതേ സാധനം തന്നെ ബാക്കിയുള്ള ഏതൊക്കെയാണ് AI ടൂൾസ് ഉള്ളത്? വേറെ AI ടൂൾസ് ഏതൊക്കെയാ അറിയുന്നത്? LLM-ന്റെ ചോദിക്കുന്നത്. LLM എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് ലാംഗ്വേജ് മോഡൽസ് ബേസ് ചെയ്തിട്ടുള്ള AI ടൂൾസ് ഏതൊക്കെയാണ് വേറെ അറിയുന്നത്? ChatGPT അറിയാലോ എല്ലാവർക്കും. ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതല്ലാതെ എന്തിനാണ് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്? നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ. എവിടെ? ഇതുപോലെ SEOല് പിന്നെ നമ്മുടെ ക്യാമ്പയിൻ ഒക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ. ഓക്കെ, അപ്പൊ ഒന്ന് ChatGPT പോലെ തന്നെ വേറെ ഒരു ടൂൾ ഏതാ? ജെമിനി ഉണ്ട്. അപ്പൊ ജെമിനായി നോക്കാം നമുക്ക്. ജെമിനയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു എളുപ്പപ്പണി, ഒരു എത്രയും പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇന്നലെ നമ്മൾ ChatGPT പോയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അല്ലേ? സ്റ്റോപ്പ് ചെയ്ത് അപ്പോഴാണ് നമ്മുടെ ക്ലാസ്സിന്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മനസ്സിലായിട്ട് സ്റ്റോപ്പ് ചെയ്തത്. നമുക്ക് വേറൊരു കാര്യമാണ് അതിനകത്ത് ആലോചിക്കാനുള്ളത്. ഇവിടെ വളരെ എളുപ്പമായിട്ട് ChatGPT നമുക്ക് ഡിസ്ക്രിപ്ഷനും പിന്നെ അതേപോലെ 5 ബുള്ളറ്റ് പോയിന്റ്സും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? പ്രൊവൈഡ് description and 5 bullet point to be used in Amazon listing using the provided keywords. എളുപ്പം പണി കഴിഞ്ഞു. കണ്ടോ, വളരെ എളുപ്പം പണി കഴിഞ്ഞ ഒരു കാര്യമാണിത്. ഡിസ്ക്രിപ്ഷനും തന്നു. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ, ഇത്ര ലോങ് ഡിസ്ക്രിപ്ഷൻ വേണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പറയാം പ്രൊവൈഡ് ഇൻ 200 characters എന്നോ 300 characters എന്നോ എന്തെങ്കിലും സ്പെസിഫിക്കലി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെഷ്യലായിട്ട് ഇത് തരും. ഇതിപ്പോൾ 5 ബുള്ളറ്റ് പോയിന്റും തന്നു, നല്ല ബുള്ളറ്റ് പോയിന്റ്. അതിനകത്തൊക്കെ കീവേഡ്സ് വന്നിട്ടുണ്ട്. ക്രോസ് നെക്ലസ് ഫോർ വിമൻ വന്നിട്ടുണ്ട്, 925 സ്റ്റെർലിംഗ് സിൽവർ വന്നിട്ടുണ്ട്, പ്രീമിയം മെറ്റീരിയൽ വന്നിട്ടുണ്ട്. എവിടെയൊക്കെ കീവേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇത്രയും കീവേഡ്സ് വെച്ചിട്ട് വളരെ എളുപ്പം, ഒരു സമയവും എടുക്കാതെ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ കണ്ടന്റ് എഴുതി തന്നു. അപ്പൊ ഇതാണ് ChatGPTയുടെ വലിയൊരു ഗുണം. ഒന്ന്, നമുക്ക് കീവേഡ് പ്ലാനിങ്ങും ചെയ്യാം. കീവേഡ് പ്ലാനിങ്ങിന്റെ കൂടെ ആ കീവേഡ് പ്ലാനർ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് നമുക്ക് കണ്ടന്റും അവിടെ തന്നെ എഴുതി മേടിക്കാം.
ഇതൊരു വലിയൊരു കാര്യം. ജെമിനായിലും അങ്ങനെ തന്നെയാണ്. ജെമിനായിലും ഈ പറയുന്ന അതേ സാധനം തന്നെയാണ്. അങ്ങനെ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ സെർച്ച് വോളിയം കിട്ടുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, സെർച്ച് വോളിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ജെമിനായി പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്, എന്നാലും ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യാറില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെർച്ച് വോളിയം തന്നില്ല. 50 കീവേഡ്സ് തന്നു, സെർച്ച് വോളിയം തന്നില്ല. ഇനി ഒരു ടൂൾ ഉള്ളത് മെറ്റ ഫേസ്ബുക്ക്. അത് എന്തോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ മെറ്റ, എന്തോ ഞാൻ തെറ്റി എൻ്റർ ചെയ്തു. പിന്നെ അപ്പൊ എന്തായി, 1 കീവേഡ് പ്ലാനർ, 2 മോസ്, 3 സെംബ്രഷ്, നാലാമത്തെ AHREFS. AHREFSൽ ആമസോണിന്റെ ടൂള് വേറെ ഉണ്ട്. കീവേഡ് tool.io, അതിനകത്തും ആമസോണിന്റെ ടൂള് വേറെ ഉണ്ട്. ചാറ്റ് GPT, ജെമിനായി, മെറ്റ. ഇനി അപ്പൊ എത്ര എണ്ണമായി? 1 2 3 4 5 6 7 8 ഒമ്പതാമത്തെ കീവേഡ് ടൂളാണ്. ഇതിനകത്തുനിന്ന് നോക്കണ്ട, നമുക്ക് എക്സലിൽ പോയിട്ട് നോക്കാം. നമ്മുടെ എക്സലിലും വേർഡിലും പവർ പോയിന്റിലും മൂന്നിലും ഒരു AI ടൂള് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളവരൊക്കെ? ഏതാണ് ആ AI ടൂള്? നമ്മുടെ എക്സലിലും വേർഡിലും പവർ പോയിന്റിലും ഫ്രീ ആയിട്ട് ഒരു AI ടൂള് ആഡ് ചെയ്തിട്ടുണ്ട്. ഏതാണെന്ന് അറിയോ? മൂന്നിലും ഉണ്ട്. ഒരു സിംഗിൾ ക്ലിക്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മിക്കപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നത് വേർഡില്, മിക്കപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നത് എക്സലിലായിരിക്കും. ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യാനുള്ള ചാൻസസ്. ഓരോ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്നെങ്കിൽ ഒരു വേർഡിലോ ഇല്ലെങ്കിൽ ഒരു എക്സലിലോ ആണ് സാധാരണ വർക്ക് ചെയ്യുന്നത്. പിന്നെ വല്ലപ്പോഴും ഒക്കെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ പവർ പോയിന്റിൽ പോവും. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് തന്നെ എക്സലിൽ നിന്നോ വേർഡിൽ നിന്നോ പവർ പോയിന്റിൽ നിന്നോ ഒറ്റ ക്ലിക്കിൽ നമുക്ക് AI യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമുണ്ട്. നമുക്കൊന്ന് വേർഡിൽ പോയിട്ട് നോക്കാം, അത് കഴിഞ്ഞ് എക്സലിലും പവർ പോയിന്റിലും കാണിച്ചു തരാം. അതാണ് കോപൈലറ്റ്. ഈ കോപൈലറ്റ് എന്താണ്? ഇവിടെ കണ്ടല്ലോ കോപൈലറ്റ്. ഈ കോപൈലറ്റ് എന്താ സാധനം? എന്താണ് കോപൈലറ്റ് എന്ന് പറഞ്ഞാൽ? ചാറ്റ് GPT ആണ്. അതിന്റെ ബാക്ക് എൻഡ് മുഴുവൻ അതായത് പ്രോസസ്സ് ചെയ്യുന്ന ചാറ്റ് GPT ആണ്. ചാറ്റ് GPTയിൽ 4.5 വേർഷൻ, 4.5ലാണ് അവർ മാക്സിമം ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 4.5ലാണ്. അപ്പൊ ആ 4.5 വേർഷൻ നമുക്ക് പൈസ കൊടുക്കാതെ, എന്റെ ചാറ്റ് GPT പെയ്ഡ് ചാറ്റ് GPT ആണ്. ഈ ചാറ്റ് GPT ഉണ്ടല്ലോ, ഇത് പെയ്ഡാ, ഇത് പെയ്ഡ് ചാറ്റ് GPT ആണ്. കാരണം ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് പെയ്ഡ് വേണ്ടി വരും. പിന്നെ ഞാൻ ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് പെയ്ഡ് വേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ബാനേഴ്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ചാറ്റ് GPT വെച്ചായതുകൊണ്ട് കണ്ടില്ലേ, ബാനേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ചാറ്റ് GPT വെച്ചത് ആയതുകൊണ്ട് ഞാൻ പെയ്ഡ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ പെയ്ഡിന്റെ ആവശ്യമില്ല. വേർഡിൽ പോയാലും ശരി ചാറ്റ് GPT ഫ്രീ. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. കണ്ടോ, വോളിയം തന്നു, കീവേഡ്സും തന്നു. ഇനി വേർഡിനകത്ത് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം ഈ കീവേഡ്സ് ഉപയോഗിച്ചിട്ട്. അപ്പൊ എന്തൊരു എളുപ്പമാണെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ഇവിടെ പോയി കീവേഡ് പ്ലാനറിൽ പോയി ക്രിയേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് അതിനകത്തുനിന്ന് നമുക്ക് ടോപ്പ് കീവേഡ്സ് എടുത്ത് ആ ടോപ്പ് കീവേഡ്സിനെ കൊണ്ട് ഏതെങ്കിലും കണ്ടന്റ് റൈറ്ററിന്റെ അടുത്ത് പോയി കണ്ടന്റ് റൈറ്ററിനെ കൊണ്ട് ആ കീവേഡ്സ് ഉപയോഗിച്ച് എഴുതിപ്പിച്ച് കൊണ്ടുവന്ന് ചെയ്യുമ്പോഴേക്കും ഒരാഴ്ച പോകും. ഒരാഴ്ച ഇല്ലെങ്കിലും 3 ദിവസം എങ്ങനെയായാലും പോകും.
അത്രയൊക്കെ പാടുപെട്ട് നമ്മൾ ചെയ്തിരുന്നത് വെറും ഈ വേർഡിലോ എക്സലിലോ ഉണ്ട്. ഇത് എക്സലിലോ ഉണ്ടോ? എക്സലിൽ കോപ്പൈലറ്റ് ഉണ്ട്, പവർ പോയിന്റിലും കോപ്പൈലറ്റ് ഉണ്ട്. ഈ മൂന്നിലും എളുപ്പമായിട്ട് വേർഡായിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേർഡിലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വേർഡിനകത്ത് നമുക്ക് ഇതിന്റെ ഒരു ഫയൽ സേവ് ചെയ്തിട്ട് ഈ പറയുന്ന എല്ലാ കീവേഡ്സും ഉപയോഗിച്ച് നമുക്കൊരു കണ്ടന്റ് അവിടുന്ന് തന്നെ എഴുതി തരും. അത് ആ സ്ഥലത്തു നിന്ന് തന്നെ നമുക്ക് എഴുതി തരാൻ പറ്റും, എഴുതി മേടിക്കാൻ പറ്റും. ഇതൊരു വലിയ ഡെവലപ്മെന്റ് ആണ്. അപ്പോ നമുക്ക് തിരിച്ചു പോവാം. ആമസോണിൽ ഇന്നലെ നമ്മൾ നിർത്തിയ സ്ഥലം എവിടെയാണ്? നമ്മൾ പറഞ്ഞത് ചാറ്റ് ജിപിടിയിൽ പോയിട്ട് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനും കീവേഡ് ബുള്ളറ്റ് പോയിന്റ്സും ആഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ ബുള്ളറ്റ് പോയിന്റ്സും ഇതിനകത്ത് വന്നു. കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓരോ ബുള്ളറ്റ് പോയിന്റ് കോപ്പി ചെയ്യുക. ഇത്രയും എളുപ്പമാണ്. അങ്ങനെ 5 എണ്ണമെങ്കിലും ഉണ്ടാവണം. നമുക്ക് വേണമെങ്കിൽ 1 or 2 ഉണ്ടാക്കിയിട്ട് നിർത്താം. പക്ഷേ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നുണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ഉണ്ടല്ലോ. ബെസ്റ്റ് പ്രാക്ടീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആമസോണിന്റെ ലിസ്റ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ലിസ്റ്റിങ്ങിലും 5 ബുള്ളറ്റ് പോയിന്റെങ്കിലും ഉണ്ടാവും. അതാണ് ഏറ്റവും നല്ല ലിസ്റ്റിങ്ങിന്റെ ഒരു ഗുണം. ഒരു 5 എണ്ണം, 1 2 3 4 5 കണ്ടോ, 5 പോയിന്റെങ്കിലും നിങ്ങൾ ഏത് നല്ല ലിസ്റ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 5 പോയിന്റ് ഉണ്ടാവും. അതിൽ കീവേഡ്സ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും. 14K ഗോൾഡ് ക്രോസ് നെക്ലസ് മൂവ്മെന്റ് കീവേഡ്സ് വന്നല്ലോ. ഗോൾഡ് ക്രോസ് ചെയിൻ വേറൊരു കീവേഡ്. അവർ ഗോൾഡ് ക്രോസ് പെൻഡൻസ് ഫോർ വിമൻ മൂന്നാമത്തെ കീവേഡ്. കണ്ടോ, കീവേഡ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള, കീവേഡ്സ് ആഡ് ചെയ്തിട്ടുള്ള ലിസ്റ്റിംഗ് ആണ് ഇതൊക്കെ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ ബുള്ളറ്റ് പോയിന്റ്സിലും ഫുള്ള് കീവേഡ്സ് ഉണ്ടാക്കുക, ഡിസ്ക്രിപ്ഷനിലും കൂടുതൽ സ്റ്റഫ് ചെയ്യരുത്. സ്റ്റഫ് ചെയ്തിട്ട് എഴുതുന്ന എല്ലാ വേർഡും കീവേഡ് ആക്കരുത്. ഒരു 5% to 10% കീവേഡ് ഇൻസേർട്ട് ചെയ്യുക. അതിൽ കൂടുതലായാൽ മോശമാവും. എഴുതി വരുന്ന കണ്ടന്റ് തന്നെ വായിച്ചു കഴിഞ്ഞാൽ എന്തോ പോലെ ഇരിക്കും. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ മാക്സിമം ഒരു 5 to 10% കീവേഡ് ഇൻസേർട്ട് ചെയ്യുക, ബാക്കി നോർമൽ ആയിട്ടുള്ള കണ്ടന്റ് ആഡ് ചെയ്യുക. അങ്ങനെ കണ്ടന്റ് ആഡ് ചെയ്യണം. അപ്പൊ എത്രയായല്ലോ കീവേഡ്സിന്റെ. ഇനി അടുത്തത് ഇമേജ്. ഒരു മെയിൻ ഇമേജ് എന്ന് പറഞ്ഞൊരു ഇമേജ് ഉണ്ട്. ഇത് അപ്പൊ ഈ മെയിൻ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ടോപ്പിൽ കാണുന്ന ഇതാണ് മെയിൻ ഇമേജ്. ഇതാണ് നമ്മുടെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്ന ഇമേജ്, ഈ മെയിൻ ഇമേജ്. അപ്പൊ ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും നല്ല ഇമേജ്, ആ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഇമേജ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റോ ഗ്രേയോ ആയിരിക്കണം. ഈ മെയിൻ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറോ ഗ്രേ കളറോ ആയിരിക്കണം. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഗ്രേ കളറോ അല്ലെങ്കിൽ വൈറ്റ് കളറോ ആയിരിക്കണം ഈ ബാക്ക്ഗ്രൗണ്ട്. മെയിൻ ഇമേജിന്റെ, മെയിൻ ആയിട്ട് പറയുന്നത് ഞാൻ മെയിൻ ഇമേജിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മെയിൻ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരു കളറുടെ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉള്ള ഒരു ഇമേജ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു 9 ഇമേജ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മിക്ക ആൾക്കാരും ആ 9 ഇമേജസും കൊടുക്കാറുണ്ട്. ഇവരെത്ര കൊടുത്തിട്ടുണ്ട്? 1 2 3 4 5 6, പിന്നെ ഒരു വീഡിയോ ആഡ് ചെയ്യാം. ബ്രാൻഡ് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാം. ബ്രാൻഡ് അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്രയും 1 2 3 4 5 6 7 എണ്ണം വേണ്ടി കൊടുത്തിട്ടുണ്ട്. 2 എണ്ണത്തിന്റെ കൂടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ 9ഉം നമുക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു.
9 ഇമേജസ് അല്ലെങ്കിൽ 9 ഇമേജും വീഡിയോ അഡീഷണൽ അത്രയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റേജ്. പിന്നെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ ഇത്രയേ ഉള്ളൂ. ഇത്രേ ആയി കഴിഞ്ഞാൽ എന്താണ് കാരണം, റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും അത്യാവശ്യമുള്ള ആമസോണിന്റെ ലിസ്റ്റിങ്ങിന് അത്യാവശ്യമുള്ള കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞു. ഇതുകൊണ്ട് മതിയോ? അത്യാവശ്യമുള്ള കണ്ടന്റ് മാത്രം കൊടുത്താൽ മതിയോ? അതോ നമ്മൾ റെക്കമെൻഡിലേക്ക് പോകണോ? റെക്കമെൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഏതൊക്കെ കീവേഡാണ് നമുക്ക് വേണ്ടത് ആ കീവേഡ്സ് നമുക്ക് ആഡ് ചെയ്യാം. ആരാണ് മാനുഫാക്ചറർ ആഡ് ചെയ്യാം. ജനറിക് ആയിട്ടുള്ള കീവേഡ്സ്, ബാക്കിയുള്ള കീവേഡ്സ് ആഡ് ചെയ്യാം. ഏത് തരമുള്ള പ്രീമിയം ആണോ മാസാണോ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണോ എന്താണോ അത് ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് റിക്വയർഡ് ആയിട്ടുള്ള ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാത്തിനും വേണ്ട ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഫീൽഡാണ് ഈ റിക്വയർഡ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ റിക്വയർഡ് ഫീൽഡ് നോക്കുക. റിക്വയർഡ് ഫീൽഡിൽ ജെൻഡർ കൊടുക്കാം, നമ്പർ, എത്ര ഐറ്റം ഉണ്ട്, ഒരു ഐറ്റമേ ഉള്ളൂ, ഒരു പാക്കേജിനകത്ത് ഒന്നേ ഉണ്ടാവുള്ളൂ. ഏത് തരം പ്രോഡക്റ്റ് ആണ്, പാർട്ടിന്റെ നമ്പർ ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കാം. അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനകത്ത് നമ്മൾ റെക്കമെൻഡഡിൽ പോയാൽ കൊടുക്കാൻ പറ്റും. ഓഫറിനകത്ത് പ്രൈസ് കൊടുക്കാം, ക്വാണ്ടിറ്റി കൊടുക്കാം. ക്വാണ്ടിറ്റി 10 എണ്ണം ഉള്ളെങ്കിൽ 10 എണ്ണം കൊടുക്കാം. നമ്മുടെ സ്റ്റോക്കിലുള്ള ക്വാണ്ടിറ്റിയാണ് ചോദിക്കുന്നത്. ഏത് പ്രൈസിനാണ് നമ്മൾ വിൽക്കുന്നത്, ഒരു മിനിറ്റ്. പ്രൈസ് വന്നപ്പോൾ എനിക്ക് ഒരു കാര്യം പറയണം എന്ന് തോന്നി. നമ്മൾ ഇപ്പോഴാണെങ്കിലും ഇല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞാലും നമുക്ക് അതിലേക്ക് പോകേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരു മിനിറ്റ്, ഞാനൊന്ന് ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറൊരു ഫയലൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇമേജസ് കഴിഞ്ഞു. ലിസ്റ്റിംഗ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയും കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. FBA ഇന്നലെ നമ്മൾ സംസാരിച്ചതാണ്. ആഡ് നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇനി ഒരു മെയിൻ പോയിന്റ് വരുന്നുണ്ട്. ഇതിൽ വരുന്ന കോസ്റ്റ് പ്രൈസിങ്, നമ്മളിപ്പോൾ പ്രൈസിൽ വന്നപ്പോൾ ഞാൻ പറയേണ്ട ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന്, എന്തിനകത്ത് വരുന്ന കോസ്റ്റ് നമുക്കൊരു എക്സൽ ഷീറ്റ് തുറന്നിട്ട് എക്സൽ ഷീറ്റിൽ ടൈപ്പ് ചെയ്യാം. ഒന്ന്, പ്രോഡക്റ്റ് കോസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് പ്രോഡക്റ്റ് കോസ്റ്റ് 100 രൂപ എക്സാമ്പിൾ ആണ്. പിന്നെ ഇതിന്റെ മേളിൽ നമ്മൾ എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്, ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ, ഈ പ്രോഡക്റ്റ് കോസ്റ്റിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു സിംഗിൾ പേജിൽ ആമസോൺ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫീസ് ആൻഡ് പ്രൈസിംഗ് എന്ന് പറഞ്ഞ പേജിനകത്ത് ഫീസ് ആൻഡ് പ്രൈസിംഗ് ഫോർ amazon.in സെല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആമസോണിലേക്ക് വരുന്ന കോസ്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും അത് ഓട്ടോമാറ്റിക്കലി അവരത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ കാണാം 1, 2, 3, 4 കാര്യങ്ങളാണ് അവർ ഈ പ്രോഡക്റ്റിന്റെ പ്രൈസ് അല്ലാതെ അതിന്റെ മേളിൽ അവർ ചാർജ് ചെയ്യുന്നത്. എസ്പെഷ്യലി
ഫുൾഫിൽമെന്റ് ബൈ ആമസോൺ എന്ന് നമ്മൾ സംസാരിച്ച FBA ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മൾ സെല്ല് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റെഫറൽ ഫീ അതാണ് ഏറ്റവും ആദ്യം. ഒന്ന് റെഫറൽ ഫീ. റെഫറൽ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആമസോണിലോട്ട് സെല്ല് ചെയ്യുമ്പോൾ അവർ നമുക്ക് കസ്റ്റമർ കൊണ്ട് തരുന്നുണ്ട്. അവരുടെ ജോലിയാണ് നമുക്ക് കസ്റ്റമറിനെ കൊണ്ട് തരിക എന്നുള്ളത്. ആ കസ്റ്റമറിനെ കൊണ്ട് തരുമ്പോൾ അവർ അതിൻ്റെ എഗെയിൻസ്റ്റ് ഒരു കമ്മീഷൻ അവർ മേടിക്കും. ആ മേടിക്കുന്ന കമ്മീഷന്റെ പേരാണ് ഈ റെഫറൽ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ റെഫറൽ ഫീ എന്ത് പ്രോഡക്റ്റ് കാറ്റഗറി ആണോ അതനുസരിച്ച് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ബുക്ക് ബേബി പ്രോഡക്ട്സ് ടോയ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ കണ്ടോ 300 റുപ്പീസിന് മേളിലാണെങ്കിൽ ഒന്നും ചാർജ് ചെയ്യില്ല. അല്ല 300 റുപ്പീസിന് താഴെയാണുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ ഒന്നും ചാർജ് ചെയ്യില്ല. 300 to 500 ഇടയ്ക്കാണെങ്കിൽ 10% ചാർജ് ചെയ്യും. 500 to 1000 ആണെങ്കിൽ 9% ചാർജ് ചെയ്യും. 1000 മേളിലാണ് ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എങ്കിൽ 6.5% ചാർജ് ചെയ്യും. അതേപോലെ എല്ലാത്തിനും ഗ്രോസറി നമ്മൾ നോക്കിയത് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, അതായിരുന്നു നമുക്ക് നമ്മുടെ ഡിയോഡറൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ 12.5% ചാർജ് ചെയ്യും. 300 to 500 മിക്ക ഐറ്റമുകളും 300 to 500 ഇടയ്ക്ക് വരുന്നതാണ്. അപ്പൊ 12.5% ചാർജ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ റെഫറൽ ഫീ ഇൻറ്റു 12.5%, 12.5 രൂപ അവിടെ ആഡായി. ഇനി നെക്സ്റ്റ് ക്ലോസിംഗ് ഫീ. ക്ലോസിംഗ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണല്ലോ നമ്മുടെ പൈസ മേടിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടുന്നതിന്റെ ഒരു കോസ്റ്റ്, അങ്ങനെ ഒരു സർവീസും കൂടെ അവർ ചെയ്യുന്നുണ്ടല്ലോ. ഒരു കസ്റ്റമറിനെ കൊണ്ടുവരിക മാത്രമല്ല, അതിന്റെ കംപ്ലീറ്റ് അതിന്റെ ഒരു പ്രോസസ് ഫ്ലോ ആൾക്കാർ വന്ന് മേടിച്ച് ആ പൈസ എടുത്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതിന് വേണ്ടി ഒരു ഫീ ഉണ്ട്. അപ്പൊ ആ ക്ലോസിംഗ് ഫീ എന്ന് പറയുന്ന ഫീയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. അപ്പൊ താഴത്തോട്ട് പോയി നോക്കാം. ക്ലോസിംഗ് ഫീ ബേസ്ഡ് ഓൺ ഐറ്റം ആൻഡ് പ്രൈസ് ആൻഡ് കാറ്റഗറി. അപ്പൊ ക്ലോസിംഗ് ഫീയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഈസി ഷിപ്പ്, സെൽഫ് ഷിപ്പ്, സെല്ലർ ഫ്ലെക്സ് മൂന്നും കാണുന്നുണ്ട്. ഫുൾഫിൽമെന്റ് ബൈ ആമസോണും കാണുന്നുണ്ട്. ഈസി ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾഫിൽമെന്റ് ബൈ ആമസോൺ അല്ല, പക്ഷെ നമ്മൾ ആമസോണിന്റെ കൊറിയർ സർവീസ് ഉപയോഗിക്കുന്നു. സെൽഫ് ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കൊറിയർ സർവീസ് ഉപയോഗിക്കുന്നു. സെല്ലർ ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓഫീസിനകത്ത് ആമസോണിന്റെ ഒരു FBA സെന്റർ തുറന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ തേർഡ് പാർട്ടി സെല്ലർ ഫ്ലെക്സുകളും ഉണ്ട്. സെല്ലർ ഫ്ലെക്സ് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു കോൺസെപ്റ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സെല്ലർ ഫ്ലെക്സിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓഫീസിൽ തന്നെ ആമസോണിന്റെ വെയർ ഹൗസ് പോലെ സെറ്റപ്പ് ചെയ്തിട്ട് അതിന്റെ എല്ലാവിധ ബെനിഫിറ്റുകളും നമുക്ക് കിട്ടും, ഇൻക്ലൂഡിങ് പ്രൈം സെല്ലർ. അപ്പൊ അതിനെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സെല്ലർ ഫ്ലെക്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈസി ഷിപ്പ് ആണെങ്കിൽ ക്ലോസിംഗ് ഫീ എത്രയായിരിക്കും? 64 രൂപ, 33 രൂപ, 5 രൂപ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൈസ്. സെൽഫ് ഷിപ്പ് ആണെങ്കിൽ 45 റുപ്പീസ്, 50 റുപ്പീസ്, 100 റുപ്പീസ്. സെല്ലർ ഫ്ലെക്സ് നമ്മുടെ ഓഫീസിനകത്ത് നമ്മൾ സെല്ലർ ഫ്ലെക്സ് സെറ്റപ്പ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സെല്ലർ ഫ്ലെക്സസ് അവൈലബിൾ ആണ്. കൊച്ചിയിലുണ്ട് തേർഡ് പാർട്ടി സെല്ലർ ഫ്ലെക്സ്. ആ സെല്ലർ ഫ്ലെക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് 12 രൂപ. അപ്പൊ ഇതെല്ലാത്തിനും ഓരോ കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് നമ്മളിപ്പോൾ FBA ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 500 to 1000 റുപ്പീസ് ആണ് എൻ്റെ കോസ്റ്റ് എങ്കിൽ 25 രൂപ. അപ്പൊ നമുക്ക് ഇവിടെ പോയിട്ട് എന്താണ് നമ്മൾ നോക്കിയ ക്ലോസിംഗ് ഫീ അല്ലേ നമ്മൾ നോക്കിയ? അതെ, വെയിറ്റ് ഹാൻഡ്ലിംഗ് ഫീ, ഇതാണ് കൊറിയറിന്റെ ചാർജ്. അപ്പൊ അതും വരുന്നുണ്ട്. അത് എങ്ങനെയാണ്, FBAയിലാണോ അതോ പുറത്തുള്ളതാണോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ FBA ഫുൾഫിൽമെന്റ് സെന്ററിൽ വരുന്നത് ഈസി ഷിപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആമസോൺ കൊറിയർ ഉപയോഗിക്കുന്നതിന്റെ കോസ്റ്റ്, ഇല്ലെങ്കിൽ ഇത് ഫുൾഫിൽമെന്റ് സെന്ററിന്റെ കോസ്റ്റ്.
ആമസോണിന്റെ ഫുൾഫിൽമെന്റ് സെന്ററിൽ വെച്ചിട്ട് നമ്മൾ ഷിപ്പ് ചെയ്യുന്നതിന്റെ കോസ്റ്റ്. ഈസി ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിന്റെ ഫുൾഫിൽമെന്റ് സെന്റർ ഉപയോഗിക്കുന്നില്ല, പക്ഷെ അവരുടെ കൊറിയർ മാത്രം ഉപയോഗിക്കുന്നു. പിന്നെ സെല്ലർ ഫ്ലെക്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു, ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു കുറച്ച് മുമ്പേ. അപ്പൊ അതിന്റെ കോസ്റ്റ് ഇതൊന്നും അല്ല നമുക്ക് വേണ്ട, ഫുൾഫിൽമെന്റ് സെന്ററിന്റെ കോസ്റ്റ് ആണ് വേണ്ടത്. കാരണം നമ്മൾ ഫുൾഫിൽമെന്റ് സെന്ററിലാണ് ഉപയോഗിക്കുന്നത്. വലിയ വെയിറ്റ് ഇല്ലാത്ത സാധനമാണ്, നോർമൽ വെയിറ്റ് ഉള്ള സാധനമാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം എത്ര രൂപയാണ് വരുന്നത്. സ്റ്റാൻഡേർഡിന് റീജിയൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ റീജിയൻ, സൗത്ത് ഇന്ത്യ ആണ് അയക്കുന്നതെങ്കിൽ 14 രൂപ, നാഷണൽ ആണ് അയക്കുന്നതെങ്കിൽ 65 രൂപ. നമുക്ക് 65 എടുക്കാം. ഇനി ലാസ്റ്റ് ഒരു ചാർജും കൂടെ ഉണ്ട്. ഇത് അത് ഫീസാണ്, അത് ഫിക്സ്ഡ് അല്ല. ചിലപ്പോൾ ചാർജ് ചെയ്യാം, ചിലപ്പോൾ ചാർജ് ചെയ്യാതിരിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറേ ദിവസം ഒരു പ്രോഡക്റ്റ് നമ്മുടെ വെയർഹൗസിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിന് പെർ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് അവരൊരു ചാർജ് സ്റ്റോറേജ് ഫീ ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റോറേജ് ഫീ ആയിട്ട് ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് കണ്ടോ, സ്റ്റോറേജ് ഫീ ഒന്ന് കണ്ടോ. പിക്ക് ആൻഡ് പാക്ക് എന്തായാലും വരുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് പിക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വിടുന്നതിന് ഒരു കോസ്റ്റ് വരുന്നുണ്ട്. 17 റുപ്പീസ് ആണ് അത് വരുന്നത് സാധാരണ പ്രോഡക്റ്റിന്. ബൾക്ക് ഐറ്റം ആണെങ്കിൽ 26 രൂപ അല്ലെങ്കിൽ 17 രൂപ. അപ്പോൾ പിക്ക് ആൻഡ് പാക്ക് ചാർജസ് ഇതൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എത്രയൊക്കെ വിൽക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. 17 രൂപ. സ്റ്റോറേജ് ഫീ വരുന്നുണ്ടോ ഇല്ലയോ, അത് നല്ലവണ്ണം പെട്ടെന്ന് വിറ്റ് പോകുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ സ്റ്റോറേജ് ഫീ വരില്ല. വിൽക്കാതെ അവിടെ തന്നെ വെയർ ഹൗസിൽ കിടക്കുന്നതാണെങ്കിൽ ആ സ്റ്റോറേജ് ഫീ വരും. 45 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ്. അതിപ്പോ നമുക്ക് നോക്കണ്ട. റിമൂവൽ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുന്നില്ല, ഇനി നമുക്ക് ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യണ്ട, നമ്മൾ തിരിച്ചെടുക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ മാത്രം വരുന്ന ഫീസാണ്. അപ്പൊ സ്റ്റോറേജ് ഫീയും റിമൂവൽ ഫീയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വരുന്ന ഫീ ആയതുകൊണ്ട് നമുക്ക് വിട്ടേക്കാം. ഇപ്പൊ തൽക്കാലം നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യണ്ട. അത് നമുക്കൊരു മാർജിൻ ഇടുമ്പോൾ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഇത്രയും ഫീസ് നമ്മുടെ കോസ്റ്റിന്റെ മുകളിൽ ഇത്രയും ഫീ വരുന്നുണ്ട്. ഇതിന്റെ മുകളിൽ നമ്മൾ ഒരു 30% മാർജിൻ എന്ന് പിടിക്കും. ഇതെല്ലാം കൂടെ ടോട്ടൽ എത്രയായി? 219 രൂപ 50 പൈസയായി. നമ്മൾ ചൈനയിൽ നിന്ന് മേടിച്ചപ്പോൾ 100 രൂപയായിരുന്നു. ഇപ്പൊ ഇതിന്റെ കോസ്റ്റ് എല്ലാം കൂടെ, ഒരു ടോട്ടൽ കോസ്റ്റ് എല്ലാം കൂടെ ഇനി ഒരു 30% മാർജിനെങ്കിലും വെക്കുക. അപ്പൊ ഇതിന്റെ 1.3 ഇത്രയും ഇപ്പൊ 30% മാർജിൻ ഞാൻ വെറുതെ വെച്ചെന്ന് മാത്രം. 20% വിൽക്കുന്ന ആൾക്കാരുണ്ട്, 15% വിൽക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അത് അവരുടെ വോളിയൂംസ് ഓഫ് സെയിൽസ് അനുസരിച്ച് അവർ പല രീതിയിൽ വിൽക്കും. പക്ഷെ നമ്മൾ തുടങ്ങുമ്പോൾ കോമ്പറ്റീറ്റീവ് ആവാൻ 13% എടുക്കണ്ട, ഒരു 15 to 20% എടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റീഷനിൽ നിന്ന് പുറത്തായി പോകും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു 20% മാർജിൻ വെക്കാം. 20% ആണെങ്കിൽ 1.3 1.2 ആയി. 263 റുപ്പീസ് 40 പൈസ നമുക്ക് എങ്ങനെ പോയാലും നമ്മുടെ ചെലവ് വരുന്നുണ്ട്. എങ്ങനെ പോയാലും നമുക്ക് ഈ ചെലവ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പോക്കറ്റിലോട്ട് വരുന്ന മാർജിനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും. അപ്പൊ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് നമ്മൾ അങ്ങനെ ആഡ് ചെയ്യണം. അപ്പൊ മാക്സിമം റീറ്റെയിൽ പ്രൈസ് 300 റുപ്പീസ് ആണ്. സെല്ലിംഗ് പ്രൈസ് 265 റുപ്പീസ് ആണ്. അപ്പൊ എന്താണ് ഇതിന്റെ മീനിങ്? മാക്സിമം സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ് കാണിക്കും ആമസോണിൽ.
MRP 300 rupees എന്ന് പറഞ്ഞ് കാണിക്കും. എന്നിട്ട് ആ 300 കട്ട് ചെയ്തിട്ട് യുവർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 265 rupees കാണിക്കും. അപ്പൊ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്? 35 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഈ പറയുന്ന ലിങ്ക് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചോളൂ. ഇല്ലെങ്കിൽ ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. sellonamazon.in/fees and pricing അതാണ് ആ പേജിന്റെ ലിങ്ക്. ഞാൻ ചാറ്റിൽ ഇടുന്നുണ്ട്, കോപ്പി ചെയ്ത് വെച്ചോളൂ. ഈ പേജ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേജാണ്. കാരണം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിന് ഗുണമുണ്ടോ ഗുണമില്ലേ, പൈസ ഉണ്ടാക്കാൻ പറ്റുമോ പൈസ ഉണ്ടാക്കാൻ പറ്റില്ലേ, കോമ്പറ്റീഷനുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ പിടിച്ചു നിൽക്കാൻ പറ്റില്ലേ എന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഈ പേജിൽ കാണിച്ചിരിക്കുന്ന കോസ്റ്റ് നമുക്ക് കൊടുക്കാൻ എൻകറേജ് ചെയ്യാതെ വയ്യ. ഇനി ഇതിൽ വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, അതെന്താ പറയാത്തതെന്ന് കൂടെ ആലോചിക്കണം. പ്രോഡക്റ്റ് കോസ്റ്റിനകത്ത് ഷിപ്പിംഗ് കോസ്റ്റ് ഇൻവോൾവ് ആണോ അല്ലയോ? പ്രോഡക്റ്റ് കോസ്റ്റിനകത്ത് ഷിപ്പിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ. ഇപ്പോൾ ചൈന ആയിരിക്കാം, ഇന്ത്യ ആയിരിക്കാം, ഇന്ത്യയിൽ ചെന്നൈ ആയിരിക്കാം, ഇന്ത്യയിൽ ബോംബെയിലായിരിക്കാം, ഇന്ത്യയിൽ ചണ്ഡീഗഡ് ആയിരിക്കാം, എവിടെങ്കിലും ആയിരിക്കാം. അവിടുന്ന് നമ്മുടെ വെയർ ഹൗസിലേക്ക് വരാനുള്ള കോസ്റ്റ് ഈ 100 രൂപയിൽ ഇൻക്ലൂഡഡ് ആണോ അല്ലയോ? 100 രൂപയിൽ ഇൻക്ലൂഡഡ് അല്ല എങ്കിൽ ആ കോസ്റ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ ഒരു ഷിപ്പിംഗ് കോസ്റ്റും കൂടെ ആഡ് ചെയ്ത് വരും. ഈ വെയിറ്റ് ഹാൻഡ്ലിംഗ് അല്ലാതെ അവിടെ ഒരു ഷിപ്പിംഗ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഇതിന് 20 രൂപ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും. വെയിറ്റ് അനുസരിച്ച് അവിടെ ഒരു ഷിപ്പിംഗ് കോസ്റ്റും കൂടെ അഡീഷണൽ ഓപ്ഷണൽ ആയിട്ട് വരും. അപ്പൊ ഈ 265 എന്ന് പറയുന്നത് 285 ആയി മാറും. ഈ കോസ്റ്റിംഗ് നമ്മൾ മനസ്സിൽ വെച്ച് കണ്ടിട്ട് തന്നെ വേണം ഈ നമ്മുടെ ലിസ്റ്റിംഗ് ഉണ്ടാക്കാൻ. സേഫ്റ്റി ആൻഡ് ഇത്ര മനസ്സിലായല്ലോ. ഐറ്റത്തിന്റെ ലെങ്ത് വിഡ്ത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ആ താഴത്തെ പ്രോഡക്റ്റ് ലിസ്റ്റിംഗിൽ ഏറ്റവും താഴത്ത് വരുന്നത്. ക്ലോസ് ആക്കി. ഇതിനകത്ത് ഐറ്റത്തിന്റെ വെയിറ്റും ഐറ്റത്തിന്റെ പാക്കേജിന്റെ വെയിറ്റും ഡയമെൻഷൻസ് എക്സെട്ര നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാവും ഹെവി സാധനമാണോ ഹെവി സാധനമല്ലേ എന്നുള്ളത്. പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എന്തായാലും എൻ്റർ ചെയ്യണം. ഐറ്റം വിത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ. പാക്കേജിന്റെയും എൻ്റർ ചെയ്യണം. എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ എത്ര വലിയ പാക്കേജാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. രണ്ടാമത് സേഫ്റ്റി ആൻഡ് കംപ്ലയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അതിനകത്ത് കൺട്രി ഓഫ് ഒറിജിൻ ഇപ്പൊ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ചൈനയിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചൈന എന്ന് സ്പെസിഫൈ ചെയ്യണം. ഇന്ത്യ എന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഇന്ത്യ എന്ന് സ്പെസിഫൈ ചെയ്യണം. പിന്നെ കുറച്ച് ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട്. ഡേഞ്ചറസ് ഗുഡ്സ് ഒന്നും നമുക്ക് അപ്രൂവൽ ഇല്ലാതെ വിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് മുഴുവൻ. ബാറ്ററി ഉണ്ടെങ്കിൽ ബാറ്ററിയുടെ ഒരു എക്സംഷൻ ബാറ്ററി ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു കാരണം ഇതൊക്കെ പൊട്ടിത്തെറിക്കാനും പറ്റും. എയറിലാണല്ലോ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ലിക്വിഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ ലിക്വിഡ് ലീക്ക് ചെയ്തിട്ട് അവിടെ എല്ലാം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കേടുവരുത്തും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സേഫ്റ്റിയുടെയും കംപ്ലയൻസ് ഉള്ള കാര്യങ്ങൾ വേറെ കാണിക്കണം. അപ്പൊ ഈ റിക്വയർഡ് എന്ന് പറഞ്ഞ കാണിച്ച ഫീൽഡിനകത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ എളുപ്പമായിട്ട് നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ റെക്കമെൻഡഡ് വന്നപ്പോൾ കുറേ സാധനങ്ങൾ കൂടെ വന്നു. കഴിഞ്ഞ ഓൾ ആട്രിബ്യൂട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേയും കൂടെ സാധനങ്ങൾ വരും. കുറേയും കൂടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടി വരും.
നമ്മൾ സാധാരണ ഓൾ ആട്രിബ്യൂട്ട്സിലേക്ക് പോവാറില്ല. ഓൾ ആട്രിബ്യൂട്ട്സിൽ പോകുന്നെങ്കിൽ അങ്ങനെ അത്രയും ഡീറ്റെയിൽ വേണ്ട ചില പ്രോഡക്ട്സ് ആണെങ്കിൽ മാത്രമേ. ഇപ്പോൾ ഹെൽത്തിൽ വരുന്ന എക്സ്റ്റേണൽ അപ്ലിക്കേഷനിൽ വരുന്ന ക്രീമുകളൊക്കെ ഉണ്ടെങ്കിൽ ഓൾ ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം അതിനകത്ത് അത്രയും ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ആൾക്കാരുടെ പേടി മാറ്റാനും ആൾക്കാർക്കൊരു സമാധാനം ഉണ്ടാവാനും വേണ്ടിയിട്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ആട്രിബ്യൂട്ട്സും എൻ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അവിടെ. അങ്ങനെയുള്ള പ്രോഡക്റ്റ് ബേസിസിൽ നമ്മൾ ഏതാണോ കൊടുക്കുന്നത്, മിക്കപ്പോഴും നമ്മുടെ റെക്കമെൻഡഡ് ആണ് എൻ്റർ ചെയ്യാറുള്ളത്. റിക്വയർഡ് ഫീൽഡ് എന്തായാലും വേണം. റെക്കമെൻഡഡ് ആയിട്ടുള്ള ഫീൽഡ്സ് ആണ് സാധാരണ നമ്മൾ അതിനകത്ത് പ്രോഡക്റ്റ് ഐഡന്റിറ്റി, ഡിസ്ക്രിപ്ഷൻ, പ്രോഡക്റ്റ് ഡീറ്റെയിൽ, ഓഫർ, സേഫ്റ്റി ആൻഡ് കംപ്ലയൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യാറുണ്ട്. റെക്കമെൻഡഡ് എന്ന് പറയുന്ന ഫീൽഡ്സ് നമ്മൾ എന്താണ് 98% കാര്യങ്ങളിൽ നമ്മൾ ഈ റെക്കമെൻഡഡ് എന്ന് പറഞ്ഞതാണ് എൻ്റർ ചെയ്യാറുള്ളത്. അതർ ആട്രിബ്യൂട്ട്സ് വളരെ കുറവ് കാര്യങ്ങളിൽ മാത്രമേ എൻ്റർ ചെയ്യാറുള്ളൂ. റിക്വയർഡ് പിന്നെ അത് ഇല്ലാതെ പറ്റില്ല. റിക്വയർഡ് എന്ന് പറഞ്ഞ ഫീൽഡ്സ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഉണ്ടെങ്കിലേ നമ്മുടെ ലിസ്റ്റിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ റിക്വയർഡ്, റെക്കമെൻഡഡ്, ഓൾ ആട്രിബ്യൂട്ട്സിൽ റെക്കമെൻഡഡ് സെലക്ട് ചെയ്യുക. റെക്കമെൻഡഡ് സെലക്ട് ചെയ്തിട്ട് വരുന്ന ഫീൽഡ്സ് മുഴുവൻ നമ്മൾ എൻ്റർ ചെയ്യുക. ക്ലിയർ ആയ ലിസ്റ്റിംഗ്? ഇതാണ് നമ്മുടെ ആമസോണിൽ നമ്മൾ സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്ന് ഡിഫൈൻ ചെയ്യുന്ന കാര്യമാണ് ഈ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ലിസ്റ്റിങ്ങിലാണ് മാക്സിമം ടൈം ഞാൻ സ്പെൻഡ് ചെയ്തത്. ഇന്നലെയും കുറേ സമയം നമ്മൾ ലിസ്റ്റിങ്ങിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്തു. ഇന്നും നമ്മൾ 1 മണിക്കൂറിൽ കൂടുതൽ ഇപ്പോൾ ഇരുന്നിട്ട് നമ്മൾ ലിസ്റ്റിങ്ങിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്തു. കാരണം ഇതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ടത്. അതല്ലാതെ നമ്മൾ പ്രൈസിങ് പഠിച്ചു. ഈ 2 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് മാത്രമല്ല, ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. കോമ്പറ്റീഷൻ കണ്ടുപിടിക്കണം. അതിന് വേറൊരു ടൂളുണ്ട്, ഹീലിയം എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഇപ്പൊ ഹീലിയത്തിൽ പോയിട്ട് ലോഗിൻ ചെയ്താൽ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു മിനിറ്റ്, ഞാൻ ഷെയർ ചെയ്യാം. ഒന്ന് ലോഗിൻ ചെയ്തുകൊണ്ടിരിക്കുക ഹീലിയത്തിനകത്തോട്ട്. നമ്മൾ ഏകദേശം ആമസോണിന്റെ തീരാറായി. ഇതൊരു വലിയ ടൂളാണ്. ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് ആമസോണിന്റെ പ്രോഡക്റ്റ് എന്ത് വിൽക്കണമെന്ന് കണ്ടുപിടിക്കാനുള്ള 1, 2, 3, 4 ടൂള് ഇതിന്റെ തന്നെ ഉണ്ട്. പ്രോഡക്റ്റ് റിസർച്ചിന്റെ തന്നെ ടൂളുണ്ട്. ഇത് ഞാൻ ഇന്നലെ കാണിക്കാതിരുന്നത് പൈസ നല്ലവണ്ണം കൊടുക്കേണ്ട ഒരു ടൂളാണ്. ഇത് ഒരു $300, $500 ഒക്കെ നമ്മൾ ഒരു മാസം സ്പെൻഡ് ചെയ്യേണ്ട ടൂളാണ്. എന്ന് പറഞ്ഞാൽ ഒട്ടും ചീപ്പ് അല്ലാത്ത ടൂളാണ്. ഇത് നമ്മൾ ഇത്രയും സെല്ല് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് മാസം എടുത്തിരിക്കുന്നു എന്നല്ലാതെ
സാധാരണ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ടൂളുകളിൽ ഒന്നല്ല ഇത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പോയിട്ട് വേണമെങ്കിൽ ലിസ്റ്റിംഗ് അനലൈസറിൽ പോയി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിങ്ങിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ആ എസൻ, നമ്മുടെ ഒരു കോമ്പറ്റീറ്റീവ് എസൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കോമ്പറ്റീഷന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇത് കാണിച്ചു തരും. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിച്ചു തരും. ഒരു വലിയൊരു ആവശ്യമുള്ള ടൂളാണ്. ആമസോണിൽ സീരിയസ് ആയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളൊരു ടൂളാണിത്. ഉണ്ടോ? കോമ്പറ്റീറ്റർ ക്ലിക്ക് ചെയ്തു, കംപ്ലീറ്റ് ഇത് വന്നു, എല്ലാം വന്നു. നമ്മൾ ഒരു ക്ലിക്കിൽ ഒരു എത്ര 5 സെക്കൻഡ് പോലും എടുത്തില്ല, എല്ലാ ഡീറ്റെയിൽസും വന്നു. ഇനി നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതേപോലുള്ള ഇതിന് ഒരു മിനിറ്റ് ഞാൻ പ്രൈസിങ് കാണിച്ചു തരാം. ഇതിപ്പോ പ്രീമിയം ആണ്, നമ്മൾ ഉപയോഗിക്കുന്നത് പ്രീമിയം ആണ്. ഞാൻ പറഞ്ഞില്ലേ $229 ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. $29 എടുത്തിട്ട് വലിയ കാര്യമില്ല. ഒന്നെങ്കിൽ $79 എടുക്കണം, ഇല്ലെങ്കിൽ $229 എടുക്കണം. ഇത് രണ്ടില് ഏതെങ്കിലും ഒന്ന് എടുത്താലേ ഗുണമുള്ളൂ. സ്റ്റാർട്ടറിൽ ഒന്നുമില്ല, വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ സ്റ്റാർട്ടറിലുള്ളൂ. സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. $79 $229. ഇതിപ്പോ ഞാൻ കാണിച്ചു തരുന്നത് $229 ആണ്. അതിനകത്ത് എല്ലാം ഉണ്ട്. ഒറ്റ ക്ലിക്കിനകത്ത് കോമ്പറ്റീഷന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഏത് പ്രോഡക്റ്റിനെ അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്ര സാധനമാണ്. അതിന്റെ ആമസോണിന്റെ പ്രോഡക്റ്റ്, ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് റിസർച്ച് ചെയ്യാം. കാറ്റഗറി വെച്ച് നമ്മൾ സെലക്ട് ചെയ്താൽ മതി ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് വേണ്ടതെന്നുള്ളത്. പേഴ്സണൽ ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ സെലക്ട് ചെയ്തു. ഇവിടെയും കോമ്പറ്റീറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടും. എത്ര കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് തരും. കണ്ടല്ലോ, ഓരോ എസിന്റെ സെയിലും കാണിച്ചു തരും, റവന്യൂ എത്ര വരുന്നുണ്ടെന്ന് കാണിച്ചു തരും. അപ്പൊ ഇത് നമുക്ക് വെച്ചിട്ട് ഡിസൈഡ് ചെയ്യാം. കണ്ടോ, അപ്പൊ $37,483.50 സെയില് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ കാണുന്നത്. അതിന്റെ റിവ്യൂസ് എത്ര ഉണ്ടെന്ന് കാണിച്ചു തരും. ഇതും ഒരു വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഹീലിയം. $79 വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലെ? 16,000 rupees വരും, വലിയ കുഴപ്പമില്ല. എന്നാലും അത് മാസമാണെന്ന് ആലോചിക്കണേ. ഒരു കൊല്ലം പോകുന്നത് 2 ലക്ഷത്തോളം ആണ് ഈ ടൂളിന്റെ മുകളിൽ പോകുന്നത്. ഇപ്പൊ $229 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? കുറെ അധികമായി പോയി. $250 × 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ ഒരു മാസം. 50,000 രൂപ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലക്ഷം രൂപ ഒരു കൊല്ലം. അപ്പൊ എന്തായാലും സീരിയസ് ആയിട്ട് നമ്മൾ ആമസോണിൽ ഇറങ്ങുന്നുണ്ട്, നമുക്ക് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യത്തെ ഒരു പീരീഡ് കഴിഞ്ഞു. ഒരു 6 മാസം തൊട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മൾ ചെറിയ രീതിയിൽ മാസം ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി എന്നുണ്ടെങ്കിൽ പതുക്കെ നമുക്ക് ഇങ്ങനെയുള്ള ടൂൾസിലേക്ക് കിടക്കാം. ഈ ടൂൾസിലേക്ക് മേടിക്കാം. ഹീലിയം 10 പോലുള്ള ടൂൾസ് മേടിച്ചിട്ട് നമ്മൾക്ക് എന്താണ് ചെയ്യാൻ തുടങ്ങാം. ആമസോൺ സ്കൗട്ടിൽ പെയ്ഡ് എടുക്കാം. ഫ്രീയിൽ 10 റിസൾട്ട്സ് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ പെയ്ഡ് വേണമെങ്കിൽ പെയ്ഡ് എടുക്കാം നമുക്ക്. കറക്റ്റ്. അപ്പൊ ഇതും നമ്മൾ പഠിച്ചു വെക്കുക. നമ്മൾ ഉപയോഗിക്കുകയോ ഇല്ലയോ പിന്നത്തെ കാര്യം, പക്ഷെ ഇതെല്ലാം പഠിച്ചു വെക്കുക, അറിഞ്ഞു വെക്കുക. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ഉപയോഗമുള്ള കാര്യങ്ങളാണ്, നമുക്ക് ഉപയോഗിക്കണം. അതൊക്കെ നമ്മൾ നാളെ സെല്ല് ചെയ്ത് സക്സസ്ഫുൾ ആവണമെങ്കിൽ അത് ഉപയോഗിക്കണം. ഓക്കെ.
ഇനി ലാസ്റ്റ് ടോപ്പിക്, ഫൈനൽ ടോപ്പിക്. സാർ നമ്മളെ ഇതില് ഇമേജ് ആഡ് ചെയ്യണോ? ഇമേജ് ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോ നമ്മൾ ഫോട്ടോസിൽ ശ്രദ്ധിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഫോട്ടോയിൽ ശ്രദ്ധിക്കാനുള്ളത് കഴിയുന്നതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോസ് കൊടുക്കുക. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ കൺഫ്യൂഷൻ ഉള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും കൊടുക്കാതിരിക്കുക. പ്രോഡക്റ്റ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് കൊടുക്കുക. എസ്പെഷ്യലി മെയിൻ ഇമേജ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഏറ്റവും ടോപ്പിൽ വരുന്ന ആ ഇമേജ് എസ്പെഷ്യലി പ്രോഡക്റ്റിന്റെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. പ്രോഡക്റ്റിന്റെ ബാക്കിയുള്ള ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും കാണിക്കാതിരിക്കുക. അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്ക്ഗ്രൗണ്ട് കൺഫ്യൂസിങ് ആവരുത്. പ്രോഡക്റ്റിലേക്ക് മാത്രം കണ്ണു പോകുന്ന രീതിയിലുള്ള ഫോട്ടോഗ്രാഫ്സ് കൊടുക്കുക. പിന്നെ ലൈഫ് സ്റ്റൈൽ ഇമേജസ് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ലൈഫ് സ്റ്റൈൽ ഇമേജ് ഉണ്ടായിരുന്നു, കണ്ടോ? ഇതാണ് ലൈഫ് സ്റ്റൈൽ ഇമേജ് എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരോ ഒരാളോ കൂട്ടമായിട്ടിരുന്ന ആൾക്കാരോ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഇമേജ്, ഉപയോഗിക്കുന്ന രീതിയിൽ കാണിക്കുന്ന ഇമേജുകൾ, അതാണ് ലൈഫ് സ്റ്റൈൽ ഇമേജസ്. ആ ലൈഫ് സ്റ്റൈൽ ഇപ്പൊ കിച്ചൺ ആണെങ്കിൽ കിച്ചണിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഇമേജ്, അപ്പൊ അങ്ങനെയുള്ള ഇമേജസ് കൊടുക്കണം. ഇപ്പൊ 9 ഇമേജസിലാണല്ലോ സ്ഥലമുള്ളത്. 9 ഇമേജസിൽ മെയിൻ ഇമേജും പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്കും ആ പ്രോഡക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്കും കൊടുക്കുന്ന 1-2 ഇമേജുകളും, അങ്ങനെ ഒരു 3 ഇമേജുകൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രോഡക്റ്റ് ഇമേജിൽ ലൈഫ് സ്റ്റൈൽ ഇമേജസ് കൊടുക്കാം. ആൾക്കാർ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് കാണിക്കുന്ന ഇമേജുകൾ, അപ്പൊ ലൈഫ് സ്റ്റൈൽ ഇമേജസ് കൊടുക്കാം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ പ്രോഡക്റ്റ് ഇമേജസ് മാത്രം ഫോക്കസ് ചെയ്യാതെ ആൾക്കാർ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഇമേജസും കൂടെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓഫേഴ്സിൽ വരുന്നത് മിക്കപ്പോഴും ലൈഫ് സ്റ്റൈൽ ഇമേജസ് ആണ് ഓഫേഴ്സിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്മസിൽ ന്യൂ ഇയറിനൊക്കെ ആമസോൺ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഇമേജസ്, ആൾക്കാർ ഉപയോഗിക്കുന്ന ഇമേജസ് കാണിക്കൂ എന്ന് പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. കാരണം അത് വളരെ ഇംപ്രസീവ് ആയിരിക്കും. ആൾക്കാർ ഉപയോഗിച്ച് കാണുന്ന ഒരു ഇമേജ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇംപ്രസീവ് ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് ആമസോണിനെ പറ്റിയിട്ടുള്ളത് അഡ്വർടൈസിങ്. ഈ കാറ്റലോഗിൽ പോയിട്ടാണ് ആഡ് പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സിംഗിൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന വഴിയാണ് നമ്മൾ നോക്കിയത്. ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോഡക്റ്റ് തൊട്ട് ആഡ് ചെയ്യുന്നത് ഈ മേളിലുള്ള 3 ഡോട്ടിൽ പോയിട്ട് കാറ്റലോഗിൽ പോയിട്ട് ആഡ് പ്രോഡക്ട്സിലാണ്. ഇവിടെ പോയിട്ടാണ് നമ്മൾ പുതിയ പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യുന്നത്. ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെന്ററി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെന്ററി. പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈസിങ് നോക്കി പ്രൈസിങ്ങിന്റെ ഹെൽത്ത് നോക്കണം. കോമ്പറ്റീഷന്റെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാവാനും പാടില്ല, വളരെ കൂടുതലാവാനും പാടില്ല. അപ്പൊ ആ പ്രൈസിങ്ങിന്റെ ഹെൽത്ത് നോക്കണം. 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം ഇപ്പൊ അഡ്വർടൈസിങ് ആണ്, വേറൊരു കാര്യങ്ങളും കൂടെ പറയാം. അതിലൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അഡ്വർടൈസിങ്ങിൽ പോയി കഴിഞ്ഞാൽ ക്യാമ്പയിൻ മാനേജറിൽ പോവാം. ഈ ക്യാമ്പയിൻ മാനേജർ എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ ക്യാമ്പയിൻ മാനേജർ പോലെ തന്നെ ഉള്ള ഒരു ക്യാമ്പയിൻ മാനേജറാണ് ഇതിനകത്തുള്ള ക്യാമ്പയിൻ മാനേജർ. ഗൂഗിളിൽ ഉണ്ടാക്കുന്ന ക്യാമ്പയിൻ പോലെ തന്നെയാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. ക്രിയേറ്റ് ക്യാമ്പയിൻ, അവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട് ഗൂഗിളിൽ, പിന്നെ അത് പ്ലസ് സൈൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്രിയേറ്റ് ക്യാമ്പയിൻ കൊടുക്കുക. മൂന്ന് തരം ആഡ്സ് റൺ ചെയ്യാം. ഒന്ന് സ്പോൺസർഡ് പ്രോഡക്ട്സ് റൺ ചെയ്യാം, ഒന്ന് സ്പോൺസർഡ് ബ്രാൻഡ് റൺ ചെയ്യാം, ഒന്ന് സ്പോൺസർഡ് ഡിസ്പ്ലേ റൺ ചെയ്യാം. സ്പോൺസർഡ് പ്രോഡക്റ്റിൽ നമ്മൾ പ്രോഡക്റ്റ് എടുത്ത് കാണിച്ച് റൺ ചെയ്യുന്നത്. ഇപ്പൊ ആരെങ്കിലും ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെർച്ച് ചെയ്യുമ്പോൾ സ്പോൺസേർഡ് എന്ന് പറയുന്ന വരുന്ന ആഡ്സ്. അപ്പൊ നമുക്ക് ഇവിടെ പോയി നോക്കാം. ഫ്രോസ് നെക്ലസ് ഫോർ വിമൺ ഒന്നുകൂടി എൻ്റർ ചെയ്യാം. കണ്ടോ, ഇതിന്റെ മേളിലൊക്കെ സ്പോൺസേർഡ് എന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലോ. ഇതാണ് സ്പോൺസേർഡ് ആഡ്. സ്പോൺസർഡ് ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ബ്രാൻഡിന്റെ ബാനർ മെയിലിൽ ഇങ്ങനെ വരും. ഇതിനകത്ത് വന്നിട്ടില്ല, മെയിലിൽ ഇങ്ങനെ ബാനർ വരും.
ഡിസ്പ്ലേ എന്ന് പറഞ്ഞാലും ബാനേഴ്സ് ആയിട്ടാണ് വരുന്നത്, അല്ലാതെ ഈ പ്രോഡക്ട്സ് ആയിട്ടല്ല വരുന്നത്. ബാനർ ആഡ്സ് ആയിട്ടാണ് വരുന്നത്. ബാനർ ആഡ്സ് മെയിലിൽ കാണുന്ന രീതിയിൽ, സെർച്ചിന്റെ റിസൾട്ടിന്റെ മെയിലിൽ കാണുന്ന രീതിയിൽ. ഇപ്പൊ ഇതിനകത്ത് റിസൾട്ടിൽ വന്നില്ല, എല്ലാ റിസൾട്ടിലും വരണമെന്നില്ല, ചില ആൾക്കാർ കാണിക്കുന്ന രീതിയിൽ. അപ്പൊ ബാനേഴ്സ് ആയിട്ട് വരും, മെയിലിൽ ബാനേഴ്സ് ആയിട്ട്, സ്പോൺസർഡ് ബാനേഴ്സ് ആയിട്ട് വരും. ബ്രാൻഡിന്റെ ആണെങ്കിൽ അപ്പൊ ബ്രാൻഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, എന്നാലേ ബ്രാൻഡ് രജിസ്റ്റർ വെച്ചിട്ട് ഈ ബ്രാൻഡ് ആഡ്സ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്പ്ലേ ആഡ്സും ബ്രാൻഡ് ആഡ്സും അപ്രൂവലിന് ബേസിസിലാണ് റൺ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് പ്രോഡക്റ്റ് ആഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യാം. അപ്പൊ പ്രോഡക്റ്റ് ആഡ്സ് ഇത് രണ്ടും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എന്തായാലും നമ്മുടെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ, ഒന്നും ചെയ്യാത്ത ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇത് കണ്ടിന്യൂ കൊടുക്കാം. ഈ ആഡ് ഗ്രൂപ്പ് എന്നൊക്കെ കേട്ട് പരിചയം കാണുമല്ലോ, ഗൂഗിൾ ആഡ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലേ? ഗൂഗിൾ ആഡ്സ് ചെയ്തില്ലേ? ഗൂഗിൾ ആഡ്സിനകത്ത് ആഡ് ഗ്രൂപ്പ് ഇല്ലേ? ആഡ് സെറ്റ് ആണോ ഉള്ളത്? എനിവേ, അപ്പൊ ഇതിനകത്ത് ആഡ് ഗ്രൂപ്പിൽ ആഡിന്റെ പേര് കൊടുക്കുക, ഏത് പ്രോഡക്റ്റ് ആണോ പ്രൊമോട്ട് ചെയ്യുന്നത് ആ പ്രോഡക്റ്റിന്റെ കൊടുക്കുക, അതിൽ ഏത് പ്രോഡക്റ്റ് ആണോ വരേണ്ടത്. ഇതിനകത്തൊന്നും ഇല്ല, എൻ്റെ കയ്യിലൊന്നും പ്രോഡക്റ്റ് ഒന്നും ആഡ് ചെയ്യാത്ത ഒരു ബ്ലാങ്ക് ഇതായതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നും കാണാത്തത്. അല്ലെങ്കിൽ ഒരു ലോങ് ലിസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് കണ്ടേനെ. എന്നിട്ട് ടാർഗറ്റിംഗ് കൊടുക്കുക. ഓട്ടോമാറ്റിക് ടാർഗറ്റിംഗ് വേണോ മാനുവൽ ടാർഗറ്റിംഗ് വേണോ എന്ന് കൊടുക്കുക. മാനുവൽ ടാർഗറ്റിംഗ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. കീവേഡ് വെച്ച് ടാർഗറ്റ് ചെയ്യണം, പ്രോഡക്റ്റ് വെച്ച് ടാർഗറ്റ് ചെയ്യണം. ഈ കീവേഡ് വെച്ച് ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീവേഡ് റിസർച്ച് ചെയ്തല്ലോ നമ്മൾ നേരത്തെ. ആ കീവേഡ് റിസർച്ചിൽ വന്നിട്ടുള്ള കീവേഡ്സ് എല്ലാം ഇതിനകത്ത് കോപ്പി ചെയ്തിട്ട് ആ ആൾക്കാരെ അതിലേതെങ്കിലും കീവേഡ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ആഡ്സ് കാണിക്കുന്നപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ കാണിക്കുന്ന പോലെ ക്രോസ് നെക്ലസ് ഫോർ വിമൻ എന്നാണ് കീവേഡ് എങ്കിൽ ആ കീവേഡ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ആ കീവേഡ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് കാണണം. പിന്നെ പ്രോഡക്റ്റ് ടാർഗറ്റിംഗ് ആണെങ്കിൽ അതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് പോലുള്ള പ്രോഡക്റ്റ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രോഡക്റ്റ് പോലുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ക്രോസ് നെക്ലസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഈ ആമലൈൻ ക്രോസ് നെക്ലസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ സൈഡിൽ കണ്ടോ വേറൊരു കമ്പനിയുടെ അതേപോലത്തെ പ്രോഡക്റ്റ് കാണാൻ തുടങ്ങി. ഇത് സ്പോൺസർഡ് ആഡാ. അപ്പൊ അങ്ങനെ ഗുണമുള്ള കാര്യം, അങ്ങനെ ഗുണമുള്ള ആഡ്സ്. അപ്പോൾ ഒന്നെങ്കിൽ കീവേഡ് വെച്ച് ടാർഗറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ പോലെ തന്നെ പ്രോഡക്റ്റ് വിൽക്കുന്ന ആൾക്കാരുടെ പ്രോഡക്ട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സൈഡിൽ നമ്മുടെ ആഡ് കാണുന്ന രീതിയിൽ നമുക്ക് പ്രോഡക്റ്റ് ടാർഗറ്റ് ചെയ്യാം. രണ്ടും ചെയ്യാൻ പറ്റും. അപ്പൊ കീവേഡും ടാർഗറ്റ് ചെയ്യാം, പ്രോഡക്റ്റും ടാർഗറ്റ് ചെയ്യാം. ഇത് മാനുവൽ ആയിട്ട് ചെയ്യുമ്പോൾ. അതെല്ലാം ഓട്ടോമാറ്റിക് ആണെങ്കിൽ അവർ ഡിസൈഡ് ചെയ്യും, ഗൂഗിൾ ഡിസൈഡ് ചെയ്യും എങ്ങനെ കാണിക്കണം എന്നുള്ളത്. നമുക്ക് പിന്നെ ബിഡ് സെറ്റ് ചെയ്യാം. ബിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയും എമൗണ്ട് നമ്മൾ പേ ചെയ്യാൻ റെഡിയാണ്. ആ എമൗണ്ടിനുള്ള എന്താണ് ഇംപ്രഷൻ കാണിക്കണം. 10 രൂപ നമ്മൾ ചെലവാക്കാൻ റെഡിയാണ്, ആ 10 രൂപയ്ക്കുള്ള ഇംപ്രഷൻ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ ബിഡിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമെങ്കിൽ ഡൈനാമിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ താഴത്തോട്ടും മുകളിലോട്ടും പോകുന്ന രീതിയിൽ പോകുന്ന അനുസരിച്ച് നമ്മുടെ ബിഡിങ്ങും മാറും, ഓട്ടോമാറ്റിക്കലി മാറും. ഇതൊക്കെ ഓട്ടോമേറ്റഡിൽ വരുന്നതാണ്, മാനുവലിൽ വരുന്നതല്ല. ഓട്ടോമേറ്റഡ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പോകും. കണ്ടോ, ഓട്ടോമേറ്റഡ് എടുത്ത് മാറ്റി ഇതെല്ലാം പോയി. ഡൈനാമിക് വെച്ച് വരുന്നുണ്ട് എന്നാലും. പിന്നെ നമ്മുടെ ടോപ്പ് ഓഫ് ദ സെർച്ച് പേജ്. ടോപ്പ് ഓഫ് ദ സെർച്ച് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് ടോപ്പ് ഓഫ് ദ സെർച്ച് പേജ്. ടോപ്പ് ഓഫ് ദ സെർച്ച് പേജിൽ ആഡ് കാണിക്കണമെങ്കിൽ ഞാൻ ഇത്രയും കൂടെ പൈസ, കുറച്ചും കൂടെ പൈസ ഞാൻ അഡീഷണൽ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ടോപ്പ് ഓഫ് ദ പേജിൽ വരുമ്പോൾ ഞാൻ 30% കൂടുതൽ പൈസ തരാൻ റെഡിയാണ്. റെസ്റ്റ് ഓഫ് ദ സെർച്ചിൽ 10% കൂടുതൽ തരാൻ റെഡിയാണ്. പ്രോഡക്റ്റ് പേജസിനകത്താണ് ആഡ് കാണിക്കുന്നതെങ്കിൽ ഞാൻ 20% അഡീഷണൽ പൈസ തരാൻ റെഡിയാണ്. അപ്പൊ ഇതും നമുക്ക് അഡീഷണൽ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ടോപ്പ് ഓഫ് ദ പേജിൽ കാണിക്കാൻ പറ്റും നമ്മുടെ ആഡ്. അപ്പൊ ഇതാണ് അഡ്വർടൈസിങ്. നമ്മുടെ പ്രോഡക്റ്റ് അതിനകത്ത് അഡ്വർടൈസ് ചെയ്യേണ്ട ഒരു
ഇത് ഗൂഗിൾ ആഡ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഗൂഗിൾ ആഡ്സ് ചെയ്ത് വെച്ചിട്ട് അത് വളരെ എളുപ്പമായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഒട്ടും കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഗൂഗിൾ ആഡ്സിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനകത്തും ആഡ്സ് സെറ്റ് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അതിനകത്തും മാനുവൽ ടാർഗറ്റിംഗ് ഉണ്ട്, അതിനകത്തും ബിഡിംഗ് ഉണ്ട് ഗൂഗിൾ ആഡ്സിനകത്ത്. അപ്പൊ അത് സോഷ്യൽ മീഡിയ ആഡ്സോ ഗൂഗിൾ ആഡ്സോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തുപറ്റി? ഓക്കെ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഈ കഴിഞ്ഞ 3 ദിവസം പറഞ്ഞതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? അത് എല്ലാം ക്ലിയർ ആണോ? എല്ലാം കവേർഡ് ആണോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് 10 മിനിറ്റ് നേരത്തെ നിർത്തിയാലും കുഴപ്പമില്ല. കുഴപ്പമില്ല. ആരനും അർജുനോടെ പോയി? ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ 2 മിനിറ്റ് മുമ്പ്. വിട്ടുപോയോ? ഞാനിത് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ എക്സിറ്റ് ചെയ്തോ? ഓക്കെ, എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ജിറ്റോ വഴി എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ നമ്പർ തന്നേക്കാം. നമ്പറും ഇമെയിൽ ഐ ഡിയും ഈ സ്ക്രീനിലുണ്ട്. 9930353996 SATISHVJN@gmail.com. ഇത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. എപ്പോഴെങ്കിലും ആമസോണിൽ സെല്ല് ചെയ്ത് സക്സസ്ഫുൾ ആവണം എന്ന് തോന്നുന്നുണ്ട്, അതിൽ എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ട് വരുന്നുണ്ട് എങ്കിൽ എന്നെ വിളിക്കുകയോ മെയിൽ ചെയ്യുകയോ ചെയ്യാം. അല്ലെങ്കിൽ വാട്സപ്പിൽ എഴുതിയാലും മതി. വാട്സപ്പ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഉടനെ തന്നെ വായിച്ച് ഉടനെ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇത് നോക്കണ്ട, മിനിസ്ട്രി ഓഫ് MSME നോക്കണ്ട. ഞാൻ ഇന്ന് വൈകുന്നേരം എല്ലാ ദിവസവും എനിക്ക് ക്ലാസ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് MSME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് മിനിസ്ട്രി, എന്താണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് MSMEക്ക് വേണ്ടി ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിൻ്റെയാണ് കാണുന്നത്. അത് ഇഗ്നോർ ചെയ്തേക്കൂ. ബാക്കി നമ്പറും ഇമെയിൽ ഐ ഡിയും നോട്ട് ചെയ്തോളൂ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്തോട്ടെ. GTN എക്സംഷൻ ലിസ്റ്റിംഗ് ഒക്കെ കവർ ചെയ്തു. ബണ്ടിലിംഗ്. ഇതിന്റെ 2 കാര്യങ്ങളായിട്ട് ബണ്ടിൽ ചെയ്യാം. ഒന്ന്, മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റി ഉള്ള ബണ്ടിൽ. നമ്മൾ എപ്പോഴും മേടിക്കുമ്പോൾ മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റി ഉള്ള ബണ്ടിൽ മേടിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഡിയോ മേടിക്കുകയാണെങ്കിൽ 3 in a പാക്ക് ആയിട്ടുള്ള ബണ്ടിൽസ് ആയിട്ട് മേടിക്കാറുണ്ട്. അപ്പൊ സിംഗിൾ ക്വാണ്ടിറ്റി അല്ല, ഒരു പാക്കിനകത്ത് 3, 5. അപ്പൊ ആ 5 മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. ഞാൻ ഒന്നല്ല മേടിക്കുന്നത്, 3 ക്വാണ്ടിറ്റിയോ 5 ക്വാണ്ടിറ്റിയോ ഉള്ളതാണ് മേടിക്കുന്നത്. അത് ഒന്ന്. രണ്ടാമത്, ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഇപ്പൊ സ്കൂളിലുള്ള ഒരു കുട്ടിയാണ്. സ്കൂളിലുള്ള കുട്ടി ഇതാ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പോവുക, ജൂണിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള പാക്ക്. അപ്പൊ അതിനകത്ത് സ്കൂൾ കുട്ടികൾ എന്തൊക്കെ വേണോ ആ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആയിരിക്കും. അതിൻ്റെ കൂടെ വേറെ കുറെ കാര്യങ്ങൾ, സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള 2, 3, 4 പ്രോഡക്ട്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാക്ക്. അങ്ങനെ ഒരു പാക്ക് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർജിൻ കുറേയും കൂടെ ഉണ്ടാക്കാൻ പറ്റും.
കാരണം ഒരു പ്രോഡക്റ്റിലല്ല നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. നമ്മൾ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, മിക്കപ്പോഴും അങ്ങനെ ഒരു പ്രോഡക്റ്റിന് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. മൾട്ടി പാക്സിന് കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ആയിട്ട് മാറും. ആ ഒരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ആയിട്ട് മാറും. അങ്ങനെ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മൾ ബണ്ടിൽ ചെയ്തിട്ട്, ഇതിന് ബണ്ടിലിംഗ് എന്ന് പറയും, ബണ്ടിൽ ചെയ്തിട്ട് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ നല്ലൊരു കാര്യമാണ്. അപ്പൊ അതും കൂടെ ഓർമ്മിക്കുക. അതൊരു പോയിന്റ് വിട്ടുപോയിരുന്നു, അതും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ഒരു പോയിന്റ് കൂടി, ലാസ്റ്റ് പോയിന്റ്, ആമസോൺ അഫിലിയേറ്റ്സ്. ആമസോണിൽ നമുക്ക് അഫിലിയേറ്റ് ആയിട്ട് മാറാം. എന്താണ് അഫിലിയേറ്റ്? ആമസോൺ പ്രോഡക്റ്റ് എടുത്തിട്ട് ഏത് പ്രോഡക്റ്റ് വേണോ, ആമസോണിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാം ആണ് വേൾഡിലെ ലാർജസ്റ്റ് അഫിലിയേറ്റ് പ്രോഗ്രാം. അതിനകത്ത് നമ്മളൊരു മെമ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ആമസോൺ പ്രോഡക്റ്റ് വേണമെങ്കിലും പിക്ക് ചെയ്തിട്ട് നമുക്ക് വിറ്റതിന്റെ കമ്മീഷൻ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ആമസോൺ അഫിലിയേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടല്ലോ, ഓരോ പ്രോഡക്റ്റിനും ഓരോ പ്രോഡക്റ്റ് കാറ്റഗറി, ഓരോ പ്രോഡക്റ്റ് അല്ല, ഓരോ പ്രോഡക്റ്റ് കാറ്റഗറിക്കും 20% തൊട്ട് 1% ഇടയ്ക്കുള്ള കമ്മീഷൻ റേറ്റ്സ് കിട്ടുന്നുണ്ട്. മിക്കതിനും അപ്രോക്സിമേറ്റ്ലി 7 to 20% ആയിരിക്കും. 4 to 20% എന്ന് പഠിക്കും. 4 to 20% കമ്മീഷൻ നമുക്ക് പ്രോഡക്റ്റ് വിട്ട് കഴിഞ്ഞാൽ, ആമസോൺ അഫിലിയേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇതും നമുക്കൊരു ഓപ്ഷനാണ്. നമ്മൾ ഇപ്പൊ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് സെല്ല് ചെയ്യുന്നില്ലെങ്കിൽ വേറൊരാൾ ലിസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ് എടുത്തിട്ട് അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അത് നമ്മൾ ഒരു അഫിലിയേറ്റ് ആയി മാറി ആ അഫിലിയേറ്റ് കമ്മീഷൻ വെച്ചിട്ടും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും ആമസോണിന്റെ മേലിൽ. ഇതൊരു വലിയൊരു കാര്യമാണ്. അപ്പൊ അതും കൂടെ നോക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാം. ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് എപ്പോഴെങ്കിലുമൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഗുഡ് നൈറ്റ്.